നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് UAE ചുറ്റിക്കാണാനായി ഒരു പറ്റം റൈഡർമാർ പോയ വാരം UAEയിലെത്തി. അവരുടെ റൈഡിംഗ് വിശേഷങ്ങളാണ് ഇത്. നാല് വനിതകൾ ഉൾപ്പെടെ 8 റൈഡർമാരാണ് ഇന്ത്യയിൽ നിന്ന് UAE ചുറ്റാനായി പറന്നിറങ്ങിയത്. റൈഡർമാരിൽ വൈപ്പർ പൈലറ്റ്, ലൂണ വാനില എന്നീ ഇൻസ്റ്റാഗ്രാം ഐഡികളിൽ അറിയപ്പെടുന്ന ദമ്പതികളും ഉണ്ടായിരുന്നു. ഒപ്പം സോളോ ബൈക്ക് റൈഡിലൂടെ ശ്രദ്ധേയയായ ആസാം സ്വദേശിനി പ്രിയ ഗോഗോയ്, രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിനിയായ ആശ്രയയും ടീമിലെ അംഗങ്ങളായിരുന്നു. റോയൽ എൻഫീൽഡിന്റെ ഇന്ത്യയിലെ റെന്റൽ പാർട്ണറായ റൈഡോൺ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയായ ഡെസ്റ്റിനാരോയുമായി സഹകരിച്ചാണ് ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായ ബൈക്ക് ടൂർ സംഘടിപ്പിച്ചത്. ജനുവരി 31-നാണ് സംഘത്തിന്റെ UAEയിലെ യാത്ര ആരംഭിച്ചത്. മുന്നോട്ടു പോകുന്ന ഓരോ നിമിഷവും അത്ഭുതങ്ങളാണ് ഈ രാജ്യം സമ്മാനിച്ചതെന്ന് സംഘം പറയുന്നു. ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ബൈക്ക് റൈഡർ സംഘം എത്തുന്നത്. ഇവൻ നമ്മളെ നാട്ടിൽ നിന്ന് കുറെ ആളുകളെ കൊണ്ടുപോയി അവിടെ ടൂർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്നുള്ളൊരു കൺസേൺ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ തിരക്കിയപ്പോഴത്തേക്കും അത് ഓക്കെയാണ്. അങ്ങനെ ഞാനും അതിൻ്റെ ഒരു പാർട്ടായി. ഭയങ്കര എന്താ പറയുക, ലൈഫിൽ ഇത്രയും നാൾ വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ് അല്ല എനിക്കിപ്പോൾ കിട്ടിയത്. ഭയങ്കര ഒരു വലിയൊരു എക്സ്പീരിയൻസ്. ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു എന്താ പറയുക, കുറേ നാളായിട്ട് മോട്ടോർ സൈക്കിൾ കൾച്ചറിൽ നിൽക്കുന്ന എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെ പറയാം. ഇൻ്റർനാഷണലി വന്ന് റൈഡ് ചെയ്യാൻ പറ്റിയത്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആളുകൾ, ഡിഫറെൻറ്റ് മൈൻഡുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ, അത് മോട്ടോർ സൈക്കിളിൽ, ഇപ്പോൾ വേറൊരു ബസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് കയറ്റി കൊണ്ടുപോയാൽ മതി. പക്ഷേ ഒരു ബൈക്കിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റൈഡേഴ്സിൻ്റെ ഏറ്റവും ടൈം നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഈ ഒരു ഐറ്റിനറി ക്ലിയർ ചെയ്യണമെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോഴുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ റൈഡിങ് ഗിയേഴ്സ്, പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ് നമുക്ക് ഈ എവിടെയെങ്കിലും റൈഡിങ് ഗിയേഴ്സ് വേണം. അത് ഇടാൻ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വരാം. പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ് സെറ്റ് ചെയ്യാൻ തന്നെ നമുക്കൊരു ടൈം വേണം. അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊരു ഐറ്റിനറി ഒരു സെറ്റ് ചെയ്തെന്ന് പറയുന്നത് ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരിപാടി ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ വേറൊരു രീതിയിലുള്ള നമ്മുടെ നാട്ടിലൊരു പരിപാടി ചെയ്യുന്ന ആളാണ്. ഇവരൊരു ഇന്റർനാഷണൽ, നമ്മളൊരു, അപ്പോൾ ആ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വരുന്നത്. UAEയിലെ ഗതാഗത നിയമങ്ങളെല്ലാം പഠിച്ച ശേഷമായിരുന്നു റൈഡിനിറങ്ങിയത്. കൃത്യമായി യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു ഓരോ ദിവസത്തെയും റൈഡിംഗ് ഉൾപ്പെടെ സജ്ജീകരിച്ചതും. നമ്മളിപ്പോൾ മൊത്തം 5 days എടുത്താണ് നമുക്ക് വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, സ്ഥലങ്ങളിൽ ഉപരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാൻ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഭയങ്കര രീതിയിൽ, അതായത് അതൊക്കെയാണ് നമ്മുടെ കൺസേൺ. എങ്ങനെയാണ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ റോഡ്സും റൂൾസും അല്ല, അതൊക്കെയാണ് ആദ്യം വരുന്നൊരു മെയിൻ കാര്യം. റൂൾസിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഇവൻ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണ്, പല സിഗ്നൽസും, അതുപോലെ തന്നെ ഒരു റോഡിൽ എങ്ങനെ ഓടിക്കണം, ട്രാഫിക് ലൈൻ എങ്ങനെ പാലിക്കണം എന്നൊക്കെ നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്ന് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ പോയ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡേ നമ്മൾ അബുദാബി സിറ്റി ടൂർ ആയിരുന്നു. നമ്മുടെ ഗ്രാൻഡ് മോസ്ക് അങ്ങനെയുള്ള, പിന്നെ കുറച്ച് സ്ഥലങ്ങൾ, സത്യം പേര് മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദുബൈയിലേക്ക് വന്നു. എവർഗ്രീൻ ആയിട്ടുള്ള നമ്മൾ ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്തു. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ദുബായ് മോള് പോയി. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ UAEയുടെ ഈസ്റ്റ് കോസ്റ്റ് സൈഡായിട്ടുള്ള നമ്മുടെ ഫുജൈറ, അതുപോലെ തന്നെ ഹത്ത, ഗോർഫഖാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. തിരിച്ചു വീണ്ടും ദുബൈയിൽ വന്നു. പാം ജുമേറ പോയി, ബുർജുൽ അറബ് പോയി. പിന്നെ ചെറിയ ഒരു ഇന്നിപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹാഫ് ഡെസേർട്ട്, അങ്ങനെയുള്ള ദുബൈയുടെ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ ഈ ഒരു ചെറിയ ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്യാൻ പറ്റി. അത് അവരുടെ ഒരു പക്ക ഐറ്റിനറി അവർ സെറ്റ് ചെയ്തത് കൊണ്ടാണ്. UAEയിൽ നിന്ന് ലഭിച്ച പിന്തുണ എടുത്തു പറയേണ്ടതാണെന്ന് സംഘത്തിലെ ഓരോരുത്തരും പറയുന്നു. പരിചയമില്ലാത്ത ആളുകൾ പോലും സ്നേഹത്തോടെ അരികിലെത്തി സഹായങ്ങൾ ചെയ്യുന്നത് വലിയ അനുഭവമാണെന്ന് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നു. നമ്മളടുത്ത് ലൈക്ക് സല്യൂട്ട് ചെയ്യുക, ആൾക്കാർ ഫോട്ടോസ് എടുക്കുക. ഭയങ്കര എനിക്ക് കേരളത്തില് മിസ് ചെയ്തൊരു സാധനം. ഞങ്ങൾ K2K ചെയ്തു, കന്യാകുമാരി ടു ശ്രീനഗർ പോയി വന്നു. വേറൊരു സ്റ്റേറ്റിൽ പോയപ്പോൾ കിട്ടിയ ഒരു റെസ്പെക്ട് എന്നല്ല, എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതെനിക്ക് വെൽക്കമിങ്. അതെനിക്ക് കേരളത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു.
പരസ്പരം ഓരോരുത്തരും നൽകിയ പ്രോത്സാഹനമായിരുന്നു റൈഡിലെ ദിവസങ്ങളിൽ വലിയ സഹായമായതെന്നും ഒന്ന് മനസ്സുവെച്ചാൽ ഇത്തരം നേട്ടങ്ങൾ ആർക്കും എളുപ്പം സ്വന്തമാക്കാനാകുന്നതാണെന്നും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അശ്വതി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരു റീസൺ എന്റെ സപ്പോർട്ടിംഗ് പാർട്ട്ണർ ആയിരുന്നു. എന്നെ ബൈക്ക് പഠിപ്പിച്ചത് വരുണാണ്. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ സ്കൂട്ടി മാത്രമേ ഓടിക്കുള്ളായിരുന്നു. എനിക്ക് ഇപ്പോഴും കാറിന്റെ ലൈസൻസ് ഇല്ല, അത് വേറെ സൈഡ്. അപ്പോൾ ബൈക്ക് ഞാൻ ഓടിക്കാൻ പഠിച്ചത് ഹിമാലയനിലാണ്. എനിക്കിത് ടിപ്ടോ ആണ്. ഇവൻ പുറകിലിരുന്ന് ഇവന് ടോൾ ആയതുകൊണ്ട് ഇവന് പുറകിലിരുന്ന് കാലത്ത്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചതും ഓരോ കാര്യങ്ങളും. ഞാനിപ്പോൾ K2K റൈഡിലാണ് പ്രോപ്പറായിട്ടൊരു U-turn എടുക്കാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓവർടേക്ക് ഇങ്ങനെ പുറകിൽ നിന്ന് എനിക്ക് ഓരോ ഗൈഡൻസ് തരുന്നത് എൻ്റെ ഹസ്ബൻഡ്, ദെൻ ബോയ് ഫ്രണ്ട്, ഇപ്പോൾ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ സപ്പോർട്ടിങ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഹസ്ബൻഡൊക്കെ റൈഡ് ചെയ്യും, പക്ഷേ അവർ റൈഡ് ചെയ്യില്ല. അപ്പം ഇതേപോലൊരു വരുണിനെ പോലെ ഒരു സപ്പോർട്ടിങ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ എനിബഡി ക്യാൻ ഡു. അതേപോലെ ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മളൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ഇന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ഏർലി മോർണിംഗ് പോകുന്ന ആൾക്കാരാണ്. ഈവൻ K2K ഞങ്ങൾ ചെയ്ത് 35 ദിവസത്തെ റൈഡായിരുന്നു. ഞങ്ങൾ റൈഡ് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് K2K പ്ലാൻ ചെയ്ത് പോയത്. കണ്ണൂർ സ്വദേശി സനീദ് ഈ കൂട്ടത്തിൽ വ്യത്യസ്തനായ മനുഷ്യനാണ്. മുൻപും ഇത്തരത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കി വാർത്തകളിൽ ഇടം പിടിച്ച താരവുമാണ്. ബൈക്ക് റൈഡിന് പുറമെ ഒറ്റവീൽ സൈക്കിളിലെ സാഹസിക യാത്രകളായിരുന്നു സനീദിന്റെ പ്രധാന വിനോദം. ഇതിനു മുൻപ് 5000 കിലോമീറ്റർ സിംഗിൾ വീൽ സൈക്കിൾ ഓടിച്ചായിരുന്നു സനീദ് ശ്രദ്ധേയനായത്. UAE ഒറ്റവീൽ റൈഡ് ചെയ്യുക എന്നതാണ് വലിയ സ്വപ്നമെന്നും അതിനായി ഉടൻ തിരികെ UAE-യിലെത്തുമെന്നും സനീദ് പറയുന്നു. സ്വപ്നമാണ്, ഞാനതായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഈ റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് ഫസ്റ്റ് ചോദിച്ച കാര്യം എനിക്ക് എൻ്റെ സൈക്കിൾ എടുക്കാൻ പറ്റുമെന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നമ്മളൊന്ന് സംസാരിച്ച് നോക്കണം അവരായിട്ട്, എന്നാൽ മാത്രമേ പറ്റൂ. എന്തായാലും അത് ഞാൻ ചെയ്യും, കുറച്ച് ടൈം എടുത്തിട്ടായാലും. അതിനു മുമ്പ് ഒരു 2 റൈഡ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കും ഞാൻ UAE-യിലേക്ക് വരിക. ഞാൻ ഇപ്പോൾ ദുബായിൽ ഓൾമോസ്റ്റ് നമുക്ക് ഏത് തരത്തിൽ വേണ്ട റോഡും അവൈലബിൾ ആണ് ശരിക്കും ഇവിടെ വന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡ്സൊക്കെ ഒരു രക്ഷയില്ല. നമുക്ക് വേറെ തന്നെ ഒരു മൂഡായിരുന്നു. ഞാൻ ഈ ഒരു 3 ദിവസം ഞാൻ ഓടിച്ച ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നാടിന് എപ്പോൾ ആവും എന്നറിയില്ല. ഏകദേശം നമ്മളെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കൊല്ലം മുമ്പോട്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ ടെക്നോളജി ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇവിടെ വന്ന് ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ലൈസൻസ്, ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം, അത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ ലൈസൻസ് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ലൈസൻസ് കിട്ടാത്തതുകൊണ്ടാണോ ഞാൻ വിചാരിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, അല്ല ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. മനസ്സു നിറയ്ക്കുന്ന അനുഭവങ്ങൾ സ്വന്തമാക്കിയാണ് ഓരോ റൈഡർമാരും തിരികെ ഇന്ത്യയിലേക്ക് പറക്കുന്നത്. ഉടൻ തിരികെ UAE-യിലേക്ക് തന്നെ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട്. വെളിച്ചത്തിന്റെ മനോഹര ഉത്സവം ഷാർജ ലൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ പുതിയ സീസണ് ഷാർജയിൽ തുടക്കമായിരിക്കുകയാണ്. 12 ഇടങ്ങളിലാണ് ഇത്തവണ വർണ്ണ വിസ്മയങ്ങളുമായി ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. പ്രകാശത്തിന്റെ മനോഹര കാഴ്ചകളുടെ പുതിയ സീസണ് ഷാർജയിൽ തുടക്കമായിരിക്കുകയാണ്. ഫെസ്റ്റിവലിന്റെ 14ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്. അറബ് ജനതയുടെ സാമൂഹിക സാംസ്കാരിക സവിശേഷതകളും രാജ്യം കൈവരിച്ച നേട്ടങ്ങളും നിറങ്ങളുടെ അകമ്പടിയോടെ വിസ്മയ കാഴ്ചകളായി സന്ദർശകരുടെ മുന്നിലെത്തും. ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ദീപോത്സവം നടത്തുന്നത്. ഷാർജയെ സംസ്കാരത്തിന്റെയും അറിവിന്റെയും ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിൽ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി വഹിച്ച പങ്കിനെക്കുറിച്ചും എമിറേറ്റിന്റെ ചരിത്രത്തെക്കുറിച്ചും ഉദ്ഘാടന ദിനത്തിൽ കാണിച്ച ഷോ കാണികളുടെ കയ്യടി നേടി. പ്രകാശത്തിലൂടെയും സംസ്കാരത്തിലൂടെയും ഒരു യാത്ര എന്ന പ്രമേയത്തിൽ കഥ പറയുന്ന രൂപത്തിലായിരുന്നു ഉദ്ഘാടന ദിവസത്തെ പരിപാടികൾ. മുൻ വർഷങ്ങളിലേതിന് പുറമെ 4 പുതിയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ഇത്തവണ ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടാകുമെന്ന് ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. എമിറേറ്റിന്റെ വാസ്തുവിദ്യയും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കുന്ന വിധത്തിലാണ് ഇത്തവണയും ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. വെളിച്ചത്തിലൂടെ സംസ്കാരത്തിന്റെ കഥ പറയുകയാണ് ലക്ഷ്യം. വാദിയുടെ കഥ, ജലം ജീവന്റെ ഉറവിടം,
താഴ്വരയുടെ രൂപവൽക്കരണം, വാമൊഴി പാരമ്പര്യം, പുരാതന താമസയിടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൂടെയാണ് ഷാർജയുടെ ചരിത്രം വെളിച്ചത്തിലൂടെ വിശദീകരിക്കുന്നത്. അൽ റഫീസ അണക്കെട്ടിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഖോർഫക്കാന്റെ പ്രത്യേക 3D പ്രദർശനവും ഉണ്ടാകും. ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഉത്സവം ഒരുക്കിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലൈറ്റ് ഫെസ്റ്റിവൽ കാണാനാകും. ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി ഹാളിന് മുന്നിലെ ലൈറ്റ് വില്ലേജാണ് ഇത്തവണത്തെ പരിപാടിയുടെ പ്രധാന ആകർഷണം. ചെറുതും വലുതുമായ 70ഓളം സ്ഥാപനങ്ങൾ ലൈറ്റ് വില്ലേജിൽ പ്രദർശനം നടത്തുന്നുണ്ട്. 18 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവൽ ഈ മാസം 23-ന് സമാപിക്കും. കഴിഞ്ഞ വർഷം 15 ലക്ഷത്തോളം ആളുകളാണ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാനെത്തിയത്. ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് 5 മുതൽ അർദ്ധരാത്രി 12 മണി വരെയും വ്യാഴം മുതൽ ശനി വരെ വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 1 മണി വരെയുമാണ് ലൈറ്റ് വില്ലേജിന്റെ പ്രവർത്തന സമയം. ഇനി ഒമാനിലേക്കാണ് യാത്ര. ഒമാനിൽ സംഭവിച്ച ഒമാൻ നൈറ്റ് ഫെസ്റ്റിവൽ മേഖലയുടെ സാംസ്കാരിക സവിശേഷതകൾ വിളിച്ചോതുന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. മേഖലയുടെ സാംസ്കാരിക സവിശേഷതകളും വിനോദ സാഹസിക വിസ്മയ കാഴ്ചകളും സമന്വയിപ്പിച്ച് 41 ദിവസമാണ് ഇത്തവണത്തെ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ നീണ്ടുനിന്നത്. 7 സ്ഥലങ്ങളിലായാണ് ഫെസ്റ്റിവൽ നടന്നത്. ഒമാനി പരമ്പരാഗത ഗ്രാമമായ ഹെറിറ്റേജ് വില്ലേജ് ആയിരുന്നു ഈ വർഷത്തെ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. സുഗന്ധദ്രവ്യങ്ങളുടെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെയും വിശാലമായ ലോകം ഇവിടെ തുറന്നിരുന്നു. ദൈനംദിന സാംസ്കാരിക പരിപാടികൾക്കും പണ്ഡിതരുടെയും കവികളുടെയും പ്രഭാഷണങ്ങൾക്കും നഗരി വേദിയായി. സുഖകരമായ കാലാവസ്ഥയായതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സന്ദർശകർ വിവിധ വേദികളിലേക്കായി ഒഴുകിയെത്തുകയായിരുന്നു. ഏതു പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബവുമായിട്ടാണ് ഇത്തരം ആഘോഷരാവുകളിലേക്ക് സ്വദേശികളും വിദേശികളും എത്തിയത്. ഖുറം നാച്ചുറൽ പാർക്ക്, അമീറാത്ത് പാർക്ക്, അൽ നസീം പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ കൂടാതെ നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ഈ വർഷത്തെ പരിപാടികൾ നടന്നത്. വാരാന്ത്യ ദിനങ്ങളിലായിരുന്നു മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ പ്രാവശ്യം മസ്കറ്റിൽ വളരെ ഗംഭീരമായിട്ടായിരുന്നു മസ്കറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായ ഒമാൻ്റെ തനതായ ശൈലികളും ഒമാൻ്റെ പഴയകാല ജീവിതങ്ങളൊക്കെ ചിത്രീകരിച്ച് വളരെ മനോഹരമായ ഒരു ഫെസ്റ്റിവലാണ് മസ്കറ്റിൽ പ്രാവശ്യം നടന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥ വളരെ തണുത്ത കാലാവസ്ഥ. എല്ലാ സ്ഥലങ്ങളിലും ഒമാനികൾ സ്വദേശികളും വിദേശികളടക്കം നിരവധി ആളുകൾ ഒഴുകിയെത്തിയ വൻ തിരക്കും വളരെ സന്തോഷമായിരുന്നു ഒമാനിലെ പ്രവാസി സമൂഹത്തിനെല്ലാം ഈ ഫെസ്റ്റിവൽ സമ്മാനിച്ചത്. വിനോദ പരിപാടികളും വ്യത്യസ്ത രുചികളും കരിമരുന്ന് പ്രയോഗവും ലേസർ ഷോകളും മറ്റുമായി സന്ദർശകരെ ഓരോ ദിവസവും ഫെസ്റ്റിവൽ ആകർഷിച്ചു. ഇവിടെ ഇവരെ കുറെ ട്രഡീഷണൽസ് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് കഴിയുന്ന ദിവസമായതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ്. കാരണം ഇവിടെ നിറച്ചും അവർ ആൾക്കാർ വരും. അപ്പം നിറച്ചും ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഇവർക്ക് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ അവര് കുടുംബസമേതം മൊത്തം എല്ലാ ആൾക്കാരും വന്ന് വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് അവർ ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഓരോ
ഓരോ ഇടങ്ങളിലേക്കും ജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള വൈവിധ്യമാർന്ന പരിപാടികളായിരുന്നു സംഘാടകർ ആസൂത്രണം ചെയ്തിരുന്നത്. വ്യത്യസ്ത വേദികളിൽ ലേസർ, ഡ്രോൺ ഷോകൾ, സാംസ്കാരിക പരിപാടികൾ, പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ അരങ്ങേറി. ഒമാനി പരമ്പരാഗത കലാരൂപങ്ങളെ അടുത്തറിയാനുള്ള വേദിയായി മസ്കറ്റ് നൈറ്റ്സ് പലപ്പോഴും മാറി. Muscat Nights is a really very good cultural representation. They have been exhibiting every year, and one should visit. I keep telling. That's why I bought mayor from Hubli, Mr. Ramana Badiger. I bought him to show how they are organizing. Same thing can be implemented back in home. So such cultural representation and everything they can show to the people of their hometown. A lot of people are experiencing our traditional stuff, and as you can see, there is a lot of traditional kinds like shapes and safiyat, a lot of things. സാഹസിക വിനോദങ്ങൾ, ഫുഡ് കോർട്ടുകൾ, സാംസ്കാരിക പരിപാടികൾ, കുട്ടികളെ ആകർഷിക്കുന്ന ഇലക്ട്രിക് ഗെയിം ഷോ എന്നിവയെല്ലാം സന്ദർശകരുടെ മനം കവരുന്നതായി. ഒമാന്റെ തനത് കലാരൂപങ്ങളെ അടുത്തറിയാൻ പരിപാടികൾ സഹായകരമാകുന്നുണ്ടെന്ന് വിദേശികളായ ആളുകൾ പറഞ്ഞു. ഈ വർഷം ഒരുക്കിയ ഹെറിറ്റേജ് വില്ലേജ് എന്ന പരമ്പരാഗത ഗ്രാമം കുന്തിരിക്കം, അതിന്റെ ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുള്ള വലിയ പ്രദേശമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള റൈഡുകൾ, വാട്ടർ ബലൂണുകൾ, സ്ട്രീറ്റ് വാക്കറുകൾ, കുട്ടികൾക്കായി ആകർഷകമായ മറ്റു പരിപാടികൾ എന്നിവയുൾപ്പെടെ ഒരുക്കിയിരുന്നു. നിരവധി സാഹസിക വിനോദങ്ങളും കാണികളുടെ മനം കവർന്നു. തണുത്ത കാലാവസ്ഥയിലും നൂറുകണക്കിന് ആളുകളായിരുന്നു മസ്കറ്റ് നൈറ്റ്സിന്റെ വേദികളിലേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 1000-ഓളം ചെറുതും വലുതുമായ സംരംഭങ്ങളായിരുന്നു മസ്കറ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്. സന്ദർശകർക്ക് മുന്നിൽ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എത്തിക്കാനുള്ള വേദിയായി ഫെസ്റ്റിവൽ മാറുകയായിരുന്നു. കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കിയ പുഷ്പമേള ആദ്യമായായിരുന്നു ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചത്. ഖുറം നാഷണൽ പാർക്കിൽ നടന്ന പരിപാടിയിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് പ്രദർശനത്തിനെത്തിച്ചത്. അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റിവലും അരങ്ങേറിയിരുന്നു. പതിവ് വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളും മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറി. ഫെസ്റ്റിവലിന്റെ അവസാന ദിനങ്ങളിൽ സന്ദർശകർ കൂടുതലും എത്തിയത് അമിറാത്ത് പാർക്കിലെ ഗ്ലോബൽ വില്ലേജിലേക്കായിരുന്നു. കൂടാതെ ഇറാൻ, ഇന്ത്യ, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കരകൗശൽ വസ്തുക്കളും പ്രദർശനത്തിന് എത്തിച്ചിരുന്നു. ഇതൊക്കെ കാണാനും ആഘോഷങ്ങളുടെ ഭാഗമാകാനും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിലേക്ക് ഒഴുകിയെത്തിയത്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.